എൻ്റെ മനസ്സൊക്കെ വല്ലാത്തൊരു മനസ്സാണ് കേട്ടോ. നിങ്ങൾ രണ്ടാളും കണക്കാണ്. കുട്ടികളെ കൊണ്ടുപോകാതെ നിങ്ങൾക്ക് പോവാൻ തോന്നില്ലോ എന്ന് ചിലരെങ്കിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചിലരെ മനസ്സിലുണ്ടായിട്ടില്ല. മക്കളെ കൊണ്ടുപോയി നീ നോക്കൂ പിള്ളേരെ. നീ നോക്കൂ അവരെ പിള്ളേരെ കൊണ്ടുപോകുന്നവരെ കൊണ്ടുപോയിക്കോളൂ. യാദൃശ്ചികമായിട്ട് പേളിമണിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അന്നത്തെ ഒരു സിറ്റുവേഷൻ ആട്ടോ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. എൻ്റെ മോനോട് ഞാൻ ആദ്യം തന്നെ ഞമ്മച്ചി ഇങ്ങനെ ട്രിപ്പ് പോകണ്ടെന്നും വിമാനത്തിലാണ് പോകണമെന്നും എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഈ ട്രിപ്പ് പോകണോ പറഞ്ഞോ, പക്ഷേ ഫ്ലൈറ്റിലൊക്കെയാണ് പോകണമെന്ന് കുട്ടീനോട് പറയണ്ട, ചെറിയ കുട്ടിയല്ലേ, ചിലപ്പോൾ അതിന് വിഷമമാവുന്നത്. പക്ഷെ ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി എന്തിനാ അപ്പം അതായിട്ട് മറച്ചു വെക്കണം. അവനോടുള്ള കാര്യം ഓന് ചെറുപ്പം തൊട്ടേ അതിനൊരു എൻ്റെ ഒരു ശീലത്തിനോട് അഡ്ജസ്റ്റഡ് ആയിട്ട് വളർന്നത് കൊണ്ടായിരിക്കും ഓനക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാനും ഓൻ ആദ്യമേ ഉഷാറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉമ്മച്ചും അഫ്സത്തും കൂടെ അങ്ങനെ ട്രിപ്പ് പോവുകയാണ്. ഇത്ര ദിവസം 4 വിരൽ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത്ര ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, ഇമ്മച്ചിൻ്റെ കുട്ടി സാജിമ്മച്ചിൻ്റെ വീട്ടിൽ നിന്നോളി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ജസ്റ്റ് വേറെ ആരടുത്തും പെർമിഷൻ എടുക്കണേക്കാട്ടി മുന്നേ ഞാൻ ആദ്യം ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ട്രിപ്പ് പോകുന്നുണ്ടെന്ന്. ഓക്കെ, അവിടുന്ന് സാങ്ഷൻ ആയതിനു ശേഷം ഞാൻ ഇങ്ങനെ മോൻ്റെ അടുത്താണ് പറഞ്ഞത്. വേറെ ഒരാളെടുത്ത് ഞാൻ പോയി അനുവാദം ചോദിക്കാനോ, കാരണം എനിക്ക് കൺവിൻസ് ചെയ്യേണ്ട എൻ്റെ ഒരു പേഴ്സണൽ സർക്കിളിലുള്ള ആൾക്കാരെ മാത്രം എനിക്ക് ബോധിപ്പിച്ചാൽ മതിയായിരുന്നു. പിന്നെ അതുമല്ല എൻ്റെ കുട്ടീൻ്റെ മനസ്സ് ഞാനിപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിലും താഴെയുള്ള ഫാമിലി ജനിച്ചു വളർന്നു. എനിക്കൊരു 24-ാമത്തെ വയസ്സിൽ ഒരു സ്വന്തം അധ്വാനിച്ച ക്യാഷ് കൊണ്ടൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാനുള്ള സാഹചര്യം ഉണ്ടായി, പോകാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായി എന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ ഞാൻ ഒന്നും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടാണ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ ഈ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ മാഷാ അല്ലാ ഇൻഷാ അല്ലാ എൻ്റെ മോനെ എന്തായാലും പോകുമെന്നാണ് എൻ്റെ ഒരു ഉള്ളിൽ മനസ്സിൽ. അപ്പോൾ എനിക്ക് അതിനുള്ള ആഫിയത്തും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ എപ്പോഴും പഠിച്ചവനോട് തേടുന്നുണ്ട്. പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇന്നെ മനസ്സിലാക്കുന്ന ഫാമിലി എനിക്കുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വേറെ ഒരാളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഗാലറിയിൽ ഇങ്ങനെ ഈ വീഡിയോകൾ കിടക്കല്ലേ, അപ്പോൾ പിന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഒരു വേർഡ്സ് കണ്ടപ്പോൾ എനിക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം തോന്നി. പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ എൻ്റെ മോൻ്റെ അടുത്ത് വീണ്ടും ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഓൻ സംസാരിക്കണ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിതാ അവിടെ കാണിക്കട്ടോ. ഓൻ പറഞ്ഞതൊക്കെ എന്താണെന്ന് കേൾക്കാം. മോനെ ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ എന്നോട്, ഉമ്മച്ചി എങ്ങോട്ടാ പോണേ? തീവണ്ടിന്ന് പിന്നെ എന്താ പോണേ? ഉമ്മച്ചി പോയി വരുമ്പോ എനിക്ക് എന്താ കൊണ്ടുവരണ്ടേ? അനക്ക് പോരാൻ പൂതിണ്ടാ? പൂതില്ല? അതെ പൂതില്ലാത്തേ. ഇജ്ജ് വയ്യ കുട്ടിയായിട്ട് പോവാ മലേഷ്യക്ക്? പോകുവാ? ഉമ്മച്ചിനെ കൊണ്ടുപോവാ? പോകുമ്പോ കൊണ്ടുപോവാ? ഇപ്പച്ചിനെ കൊണ്ടുപോവാ? ഇപ്പച്ചിനെ കൊണ്ടുപോയാ? അനക്ക് എത്ര മിൽക്കി ബാറാണോ? കുപ്പിക്കട വെക്കണ്ടല്ലോ, എത്ര വേണോ? 5 ചോക്ലേറ്റും 5 മിൽക്കി ബാറും. ഡൺ. ഓക്കെ ഓക്കെ.